നമസ്കാരം, എല്ലാവർക്കും ഗൗതം റിയാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡായിരുന്നു കേട്ടോ. അപ്പൊ അതിനു മുന്നായിട്ട് നമുക്കൊക്കെ ഒരുപാട് പ്രൗഡ് ആക്കി തന്ന ഒരു കാര്യമാണ് കേട്ടോ പറയാനായിട്ടുള്ളത്. അതായത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നമ്മുടെ ലാലേട്ടന് കിട്ടിയിരിക്കുകയാണ്. ഇത് നമ്മുടെ കേരളത്തിൽ രണ്ടാമത്തെ തവണയാണ് കിട്ടുന്നത്. അത് നമ്മുടെ സെക്കൻഡ് ടൈം കിട്ടിയത് ലാലേട്ടനാണ്. ഫസ്റ്റ് ടൈം അടൂർ ഗോപാലകൃഷ്ണൻ സാറിനാണ് കിട്ടിയത്. അതായത് 2004 കേട്ടോ കിട്ടിയത്. അപ്പൊ എന്തോരം ഡിഫറൻസ് ഉണ്ടല്ലേ. എന്തായാലും ഒരുപാട് ഉയർച്ചയിലേക്ക് വരട്ടെ അല്ലേ. മലയാള ചലച്ചിത്രത്തിനെ ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിച്ചതിനുള്ള ഒരു നല്ലൊരു പുരസ്കാരമാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ പറയാനായിട്ട് തന്നെയാണെങ്കിൽ ലാലേട്ടന്റെ ഇപ്പൊ ഇറങ്ങിയ മിക്ക ഫിലിമുകളും 100 കോടി 200 കോടി അല്ലേ ക്ലബിലൊക്കെ കയറി. ഈ എമ്പുരാൻ ഉൾപ്പെടെ പല വിവാദങ്ങളിലായിരുന്ന ഒരു ഫിലിം ആയിരുന്നിട്ട് പോലും എല്ലാം നല്ല രീതിയിൽ ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ എന്തായിരുന്നു അല്ലല്ല തുടരുമല്ല, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്നേഹപൂർവ്വം അങ്ങനെ ഒരു ഫിലിം വേറെ ഇപ്പൊ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഒരു വർഷം ലാലേട്ടന് നല്ലതായിട്ട് പോകുന്നുണ്ട്. എന്തായാലും നമുക്കൊക്കെ ഒരുപാട് പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. അപ്പോ എന്തായാലും നമുക്കിന്ന് നമ്മുടെ എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡിൽ എന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അമ്പം വില്ലും, മിഷയും കണ്ണ്, അവസാനം ഗുദാഹവ എന്ന് പറയുന്ന രീതിയിലാണ് എല്ലാം വന്ന് അവസാനിച്ചത്. എന്തൊക്കെ ചർച്ചകളായിരുന്നു, എന്തായിരുന്നു എവിടുന്നൊക്കെ ഓരോ ഫാൻസുകളാണെങ്കിലും എല്ലാം ഭയങ്കര വെപ്രാളത്തോട് കാത്തിരുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇത്. എല്ലാവരും കത്തിക്ക് മൂർച്ച കൂട്ടുന്ന പോലെ ഫാൻസുകാരും PR-കാരും എല്ലാം കൂടി ഇങ്ങനെ റെഡിയാക്കിയിരിക്കുവായിരുന്നു. ഞങ്ങൾ ഉൾപ്പെടെ റെഡിയായി ഇരിക്കുവായിരുന്നു. പക്ഷെ ബിഗ് ബോസ് ടീമുകാര് അവരുടെ എല്ലാം മുനയടിക്കുന്ന പോലെ എല്ലാ പരിപാടിയും അങ്ങ് ഇത് വെച്ചങ്ങ് നിർത്തിക്കോണം, ഇനി ഇമാതിരി പരിപാടി വേണ്ട എന്നുള്ള രീതിയിൽ കട്ടൺ റൈറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് പറയാനാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഒന്നും ചോദിച്ചില്ല. പക്ഷെ അത് ഞങ്ങൾക്ക് ഈ ഒരാഴ്ച ഞങ്ങൾക്ക് റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര മടുപ്പായിരുന്നു കേട്ടോ. ഇമാതിരിയുള്ള കാര്യങ്ങള് സംസാരിക്കണം. അപ്പൊ പിന്നെ ലാലേട്ടന്റെ കാര്യം പറയണ്ടല്ലോ. ആകെ ആഴ്ചയിൽ സാറ്റർഡേയും സൺഡേയിലെയും ഒരു ദിവസമാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പൊ വന്നിട്ട് എന്നും ഇത് തന്നെ വഴക്ക് പറയണു, റിപ്പീറ്റ്. ഇതിപ്പോ ലാലേട്ടൻ തന്നെ പറഞ്ഞ ആ ഒരു രീതി പോകുമ്പോൾ ആൾക്കും അത് മടുപ്പാവും. പക്ഷെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചോദിക്കണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും ഞങ്ങൾക്കും അത് ഓക്കെയാണ് കേട്ടോ. കാരണം ഇമാതിരി ടോപ്പിക്കുകൾ വേണ്ട. ഇനിയിപ്പോ ഇത് ചോദ്യം കഴിഞ്ഞാൽ ഇതിനെ ടാർഗറ്റ് ചെയ്ത് അടുത്ത ആഴ്ച വീണ്ടും ഇത് റിപ്പീറ്റ് ആയി ഇതോടുകൂടി കഴിയട്ടെ. അല്ല, നിങ്ങളിപ്പോ ചിന്തിക്കേണ്ട മുമ്പത്തെ സീസണുകൾ കണക്കല്ല ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന സീസണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് PR ടീമുകൾ ഭയങ്കര ശക്തമായിരിക്കുന്ന ഒരു ഇതാണ്. അതായത് കണ്ടസ്റ്റന്റ് പോകുന്നതിന് മുമ്പേ പല പ്ലാനിങ്ങും പല കാര്യങ്ങളുമായിട്ട് ഇപ്പോഴേ പ്ലാൻ ചെയ്ത ആളുകൾ ഇറങ്ങിയേക്കുവാണ്. അപ്പം അങ്ങനെയുള്ള ഒരു രീതിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പലരെ ഫാമിലിയും ടാർഗറ്റ് ചെയ്യുന്ന രീതികളാണ്. അപ്പൊ ബിഗ് ബോസ് തന്നെ ഇങ്ങനെ ഒരു നിലപാടെടുത്തത് വളരെയധികം നന്നായി എന്നേ പറയാൻ പറ്റും. കണ്ടസ്റ്റന്റ് തന്നെ മനഃപൂർവ്വം വേണമെന്ന് വെച്ചാൽ ഒരു ആരോപണം പറയുക തെളിയിക്കപ്പെടാൻ പറ്റാത്ത ആരോപണങ്ങളാണ്. അപ്പൊ അത് ബിഗ് ബോസിനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ആരോപണങ്ങൾ വെച്ചിട്ടുള്ള ഒരാളെ ജയിക്കുക, ഒരാളെ താഴ്ത്തുക, അതുപോലെ അത് വെച്ച് PR കളിക്കുക, ഈ പരിപാടിയൊക്കെ ബിഗ് ബോസ് തന്നെ അങ്ങ് നിർത്തിച്ച്. അപ്പൊ എന്തായാലും ചർച്ച ചെയ്യാതിരിക്കുന്ന തന്നെ നന്നായി. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ വളരെ കാമൻ കോയിച്ചായിരുന്നു. ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. കാരണം എപ്പിസോഡ് തീർന്നപ്പോൾ തന്നെ നമ്മുടെ മനസ്സിനും ഒക്കെ ഒരു നല്ല ഗുഡ് ഫീലിംഗ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. അല്ലെങ്കിലൊക്കെ ഭയങ്കര ബോറാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. നിങ്ങൾക്ക് അറിയാത്തുണ്ടോ, നിങ്ങളിൽ എത്ര പേർക്ക് ഇത് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഈ രാത്രി 9:30-ക്കാണല്ലോ ഈ ബിഗ് ബോസ് കാണുന്നത്. 9:30 തൊട്ട് 10:30, ചിലര് 11:30 വരെ, നമ്മുടെ പ്ലസ് ഒക്കെ 11:30 വരെ കാണാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയി കിടന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇമാതിരി കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്കൊരു നല്ലൊരു ഉറക്കവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഇപ്പൊ ഞാൻ വിചാരിച്ചാൽ എനിക്ക് മാത്രമാണെന്ന്. പക്ഷെ എന്റെ അമ്മ ഒരിക്കൽ കോൾ ചെയ്തപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത് ബിഗ് ബോസ് കണ്ടിട്ട് ഈ വഴക്കും ഈ ബഹളവും ഒക്കെ കണ്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങുമ്പോൾ പോലും ഇത് ഒരുമാതിരിയുള്ള വഴക്ക് പോലെയും നമുക്കൊരു മൈൻഡ് പോലും ഡിസ്റ്റർബായി ഉറക്കം പോലും നല്ല ആവത്തില്ലെന്ന്. അപ്പം അതൊക്കെ മാറട്ടെ. ഇനി ഇപ്പം ലാലേട്ടൻ പറഞ്ഞ ഫണ്ണി ആയിട്ടും ഹ്യൂമറിൽ മറുപടി പറയുന്ന രീതിയിലും കൊടുക്കുന്ന ടാസ്കുകൾ നല്ല രീതിയിൽ ചെയ്യുന്ന രീതിയിലും ഒക്കെ ഇവർ മാറട്ടെ. അതെ, മിക്ക സീസണിലും വാഴയും അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഈ സീസണിൽ വന്നേക്കുന്ന ഒരു പേരാണ് കുൽസിത ഇല്ലേ, സീസൺ. അപ്പൊ ആ പേര് മാറ്റാൻ ഈ ബിഗ് ബോസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് വളരെയധികം നന്നായി തന്നെ പറയാം. പിന്നെ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ
ഉള്ളത് പറയണെങ്കിൽ എത്ര ഫാൻസ് ഒക്കെ ഷാനവാസിനുണ്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും ഇന്നലെ രാത്രിയിൽ ഉള്ള ഷാനവാസും ആദിലയും നൂറയുടെയും ഒക്കെ ഒരു സംസാരങ്ങളും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഷാനവാസിന് എന്തൊക്കെയോ ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ടാവാം, ഇല്ലാതിരിക്കാം, അതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഷാനവാസ് പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അല്ലല്ല അതില് അലൗസരപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടെന്ന് പറഞ്ഞാൽ അത് ഏത് എക്സ്ട്രീം വരെ പോയിട്ടുണ്ട് എന്താണെന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. ഇതിപ്പോ ഷാനവാസ് വന്ന് അന്നോട്ട് അക്ബറിന്റെ നോട്ടം ശരിയല്ല, അതേപോലെ തന്നെ നമ്മുടെ അപ്പാനിയുടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക് എടുത്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്, ഗിസേലിന്റെ ഡ്രസ്സിങ് ശരിയല്ല, ഈ ഒരു രീതിയിലൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിവിന്റെ ഏത് ചെറിയൊരു കാര്യം ചിലപ്പോൾ എന്തെങ്കിലും ആണെങ്കിൽ പോലും അത് ഷാനവാസിന് ഇഷ്ടപ്പെടണമെന്നില്ല, അത് ഇഷ്ടപ്പെടാതിരിക്കുന്ന തെറ്റുമല്ല. എല്ലാരും എല്ലാം ഓപ്പൺ മൈൻഡഡ് ആയിട്ട് എടുക്കണമെന്നില്ല. നിവിന്റെ ഭാഗത്ത് നല്ല തെറ്റുകളുണ്ട്. ഒരാളടുത്ത് കുറച്ച് ഒരു ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം, സെക്സ്വാലിറ്റി എന്തോന്ന് പറയാത്ത സ്ഥിതിക്ക് ആളുകൾക്കൊന്നും ഇതാവും പെരുമാറുമ്പോ. അങ്ങനെ നിവിന്റെ ഭാഗത്തും നല്ല തെറ്റുകളുണ്ട്. കാരണം ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും എല്ലാവർക്കും ഇതേപോലെ അങ്ങ് ഓവറായിട്ട് പോയി അടുത്ത് മിണ്ടുന്നൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇവിടെ ഷാനവാസ് ഓരോ ദിവസവും ഓരോ ആൾക്കാരെടുത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും പറയുന്ന വിഷയങ്ങളിൽ നല്ല നല്ല മാറ്റങ്ങളുണ്ട്. അതായത് ഒനിയലിന്റെ അടുത്ത് പോയി പറഞ്ഞത് പോകുന്നതിന് മുന്നേ ആയിരുന്നു സംഭവം ഉണ്ടായതെന്ന്, പിന്നീട് പറയുന്ന പോയി കഴിഞ്ഞ് വന്നിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന്. എങ്ങനെ ഉണ്ടായാലും ഷാനവാസ് അവിടുന്ന് ബെഡ് മാറി കിടന്നു കഴിഞ്ഞു. പിന്നെ നവീന്റെ കയ്യിൽ നിന്ന് ഒരു പ്രശ്നം ഷാനവാസിന് പിന്നീട് ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ ഇത് ഈ ആഴ്ച കുത്തിപ്പൊക്കി ഇടേണ്ട കാര്യം ഷാനവാസിന് ഇല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഓൾറെഡി ഇന്നലെ ഷാനവാസ് നമ്മുടെ ലാലേട്ടനോട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാനൊക്കെ ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ആദിലയും നൂറയും ഷാനവാസും ഇരിക്കുന്നത്. അവർ നല്ല രീതിക്ക് പ്ലാനിങ് ചെയ്തു, നല്ല രീതിക്ക് അത് സംസാരിക്കുന്ന എങ്ങനെയൊക്കെ സംസാരിക്കണം എന്നെല്ലാം നല്ല രീതിക്ക് പ്ലാൻ ചെയ്തു. അത് ഒരു ആരോപണത്തിന്റെ പേരിലാണ് ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നതെന്ന് ആലോചിക്കുക. അപ്പൊ എന്തായാലും എനിക്ക് തോന്നിയത് ബിഗ് ബോസ് ടീം അതിനനുസരിച്ച് നിൽക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പല വിഷയങ്ങൾ ആരോപണങ്ങളിൽ വെച്ചിട്ട് തന്നെ ഓരോരോ പ്ലാനിങ് നടന്ന് അവരത് വീക്കെൻഡ് ആണെങ്കിലും സംസാരിക്കുകയും അവർക്ക് അതിനുള്ള നേട്ടം, ചിലവർക്ക് നേട്ടം ചിലവർക്ക് കോട്ടങ്ങൾ ഉണ്ടാവാം. അപ്പൊ അത് വെച്ച് അവര് PR വെച്ചിട്ടാണെങ്കിലോ PR ഏൽപ്പിക്കാതിരിക്കത്തില്ലല്ലോ ആരും, വെച്ചിട്ട് അവരത് വെച്ച് ആഘോഷിക്കുന്നതിനുള്ള ബിഗ് ബോസിന്റെ നിലപാട് മാറ്റി. അതിന്ന് ലാലേട്ടൻ വന്നപ്പോ തന്നെ പറയുന്നുണ്ട് ഓരോ വെട്ടവും ഇതേപോലെ ഓരോ ആരോപണങ്ങൾ, സെയിം ടൈപ്പ് ആരോപണങ്ങൾ വരിക വഴക്കുണ്ടാക്കുക പോവുക, അടുത്ത ആഴ്ചയും സെയിം കണ്ടന്റ് ഇതേപോലെ ആരോപണങ്ങൾ വെക്കുക. അപ്പൊ അത് മാറ്റി പിടിക്കാനാണ് ലാലേട്ടൻ. അതിന്റെ അർത്ഥം ഈ ആഴ്ച ഇവർ മനഃപൂർവ്വം ഈ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്നു എന്നുള്ളൊരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഈ ലാലേട്ടൻ അവിടെ ഇവിടെയും വെച്ചിട്ടൊക്കെ ഓരോന്നും പറയാം. അതേപോലെ ഷാനവാസിനോടും പറയുന്നുണ്ട് ഗെയിം ദേഷ്യത്തോടെയും കൊണ്ടുപോവാം, നമുക്കൊരു ഹ്യൂമർ സെൻസിലും വഴക്കുകൾ നിർത്തിയും കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ നോക്കൂന്ന് പറയുന്നുണ്ട്. ആദിലയോട് പറയുന്നുണ്ട് ചോദിക്കുന്നതിന് മാത്രം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കയറി നിൽക്കാതിരിക്കുക എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. നെവിനോട് പറയുന്നുണ്ട്. അതായത് എനിക്ക് തോന്നിയത് നെവിന് ഒരു കോൺഫിഡൻസ് കൊടുത്തതാണെന്നാണ് തോന്നിയത്. നെവിന്റെ സൈഡില് നിന്ന് തന്നെ ലാലേട്ടനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, സ്വന്തമായിട്ട് ഒരു സെൽഫ് കോൺഫിഡൻസ് വേണം, എപ്പോഴും ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കരുത്, ജനങ്ങൾക്ക് നിന്നെ ഇഷ്ടമാണ്, ഇതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. പിന്നെ അതേപോലെ ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവിടെ പലരും ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ച് വിക്ടിം കാർഡ് എടുത്ത് പലതിലും നിന്ന് സംസാരിക്കാൻ നോക്കുന്നുണ്ട്, ആ കാർഡ് ഇവിടെ വലിച്ചു കീറുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിപ്പോ അങ്ങനെ എടുത്ത് കളിക്കാൻ നിന്നത് നമ്മുടെ ഷാനവാസാണ്. ഷാനവാസിനെ ആയിരിക്കാം ഉദ്ദേശിച്ചത്, ഇല്ലെങ്കിൽ ആദിലെ നൂറേയും പറഞ്ഞല്ലോ ഒരു വൃത്തികെട്ട കാർഡ് നെവിൻ എടുക്കുന്നെന്ന്. അപ്പൊ അവരെ പറഞ്ഞു കൊടുത്തതായിരിക്കാം. എന്തായാലും ഇത് ബിഗ് ബോസ് ടീമിന് സംസാരിക്കാൻ താല്പര്യമില്ല. ഇനി ഇങ്ങനത്തെ കോണ്ടന്റ് വന്നാലും അവർ സംസാരിക്കില്ല എന്നുള്ളത് അകത്തുള്ള ഹൗസിലുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഇനി മേലെ ഇനി കട്ടിലിന്റെ അടിയിൽ പിടിക്കുക, കട്ടിന്റെ അടിയിൽ ഉമ്മ വെക്കുക, അല്ല കട്ടിലല്ല പുതപ്പിന്റെ അടിയിൽ ഉമ്മ വെക്കുക, ഇമാതിരി ആരോപണമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അതാകുമ്പോ അറിയാം ബിഗ് ബോസിനും തെളിയിക്കാൻ പറ്റത്തില്ല, ആർക്കും തെളിയിക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിൽ കടന്ന് ആരോട് ചുമ്മാ കടന്ന് വളവളാന്ന് അടിക്കുക, ഒരു കാര്യമില്ല. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് ഇന്നത്തെ ഒരു സംഭവം, നമുക്കിന്നൊരു 50ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ ഒരു റീ എൻട്രി ആണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ പ്ലാച്ചി തിരിച്ചു വന്നിരിക്കുകയാണ്. അതെ, അത് നമ്മുടെ ഷിയാസ് വന്നിട്ട് അനുവിന്റെ ഫാൻസ് ദേഷ്യം തോന്നരുത്, അനുവിന്റെ ഫാൻസ് പ്ലാച്ചിയെ എങ്ങനെങ്കിലും പുറത്താക്കണമെന്നുള്ള മൈൻഡിൽ തന്നെ ഇരുന്നത്. കാര്യം അനുവിനുള്ള നെഗറ്റീവ് പോകില്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ ഷിയാസ് അതിനുള്ള കളിയും കളിച്ചത്, ഗെയിം കളിച്ചത് പ്ലാച്ചിയെ വെളിവിടാൻ നോക്കിയതാണ്. പക്ഷെ ബിഗ് ബോസ് അതിനും സമ്മതിച്ചല്ല, തിരിച്ച് പ്ലാച്ചി കേട്ടിട്ടുണ്ട്. ഇനി തീരുമാനിക്കാൻ നെഗറ്റീവ് ആവണോ പോസിറ്റീവ് ആവണോ കണ്ടന്റുകൾ ഇനിയും നമുക്ക്
നിറയെ അല്ല ഇന്ന് തുടങ്ങിയല്ലോ പ്ലാച്ചി കെട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്ലാച്ചി ആയിട്ടുള്ള അനുവിന്റെ കണ്ടന്റുകൾ ഇനി വരും. ഒരു കണക്കിന് നല്ലതാ, കാരണം പ്ലാച്ചി പോയി കഴിഞ്ഞിട്ട് വന്ന കണ്ടന്റ് ഒക്കെ അങ്ങ് ഭയങ്കരമായിരുന്നു. അപ്പൊ അതിലും ഭേദം ഈ പാവേനെ വെച്ചിട്ട് അവിടെ ഉള്ളവര് ഗെയിം കളിക്കട്ടെ, അതും ഇതിലും നല്ലതാണ് കേട്ടോ. അപ്പൊ അത്രയൊക്കെയാണ്. പിന്നെ ഇന്ന് ഒരുപാട് കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അക്ബറിനും അനീഷിനും വലിയ പണിയായിട്ടുള്ള ആ ഒരു പവറുകൾ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അതും നല്ലതായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അത് നല്ലൊരു കാര്യം അവർ രണ്ടുപേരും നല്ല രീതിക്ക് ഗെയിം കളിക്കുന്നവരാ. അപ്പൊ അവരുടെ ഈ പവർ കളയുന്നതിൽ എനിക്കും ഒട്ടും യോജിപ്പില്ലായിരുന്നു. അതെന്തായാലും തിരിച്ചു കിട്ടിയത് കാര്യമായി. അപ്പൊ ഓക്കെ, നമുക്കപ്പോ ഇന്ന് നമ്മുടെ എപ്പിസോഡിലേക്ക് ഇറങ്ങുന്ന വലിയ അങ്ങനെ പറയത്തക്കതായിട്ടുള്ള ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഫസ്റ്റ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ലാലേട്ടൻ വരുന്നു. അപ്പൊ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സീസണിന്റെ പകുതിയോളമായി 40ാമത്തെ എപ്പിസോഡിന്റെ സെലിബ്രേഷൻ ആണ്. വീട്ടിലുള്ളവർ ഒരുപോലെയുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എപ്പോഴും ഈ 3 ആഴ്ചയും ഒരുപോലെയുള്ള വിഷയങ്ങളാണ് അവരെ ചർച്ച ചെയ്തുകൊണ്ടത്. അതായത് അപ്പൊ ഓരോ വട്ടവും നമ്മുടെ ലാലേട്ടൻ വരുന്നു, വഴക്ക് പറയുന്നു, പോകുന്നു. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വട്ടം അവരെ ഒന്ന് കളിപ്പിക്കാൻ പോവുകയാണ്. അതായത് ഈ ടോപ്പിക് എടുത്തിടാതെ അവരെ ഒന്ന് കൺഫ്യൂസ് ആക്കാൻ പോവുകയാണെങ്കിൽ ഈ വട്ടം അത് സംസാരിക്കില്ല എന്ന് തന്നെ കാണിച്ചു കൊടുക്കാൻ പോവുകയാണെന്നാണ് കേട്ടോ നമ്മുടെ ലാലേട്ടൻ പറയുന്നത്. എന്നിട്ട് നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ റീക്യാപ്പ് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച നടന്ന സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പൊ വെള്ളിയാഴ്ച എന്തൊക്കെയാ നടന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷാനവാസിനെയും റെനേനെയും ജയിലിലാക്കിയിട്ടുണ്ട്. പിന്നെ പ്രേമലേഖനമാണ് ജയിൽ ടാസ്ക്. അതായത് രണ്ടുപേരും ചേർന്ന് 100 പ്രേമലേഖനം എഴുതണം. കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പെന്നും പേപ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് മനോഹരമായി എഴുതാം. ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ഏറ്റവും നല്ലവണ്ണം ലാലേട്ടന് വായിക്കാം എന്നുള്ളതാണ് കേട്ടോ ജയിൽ ടാസ്ക്. പിന്നെ അവിടെയുള്ള എല്ലാവർക്കും ഇന്ന് ബിരിയാണിയാണ് വന്നത്. അതും നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ് വന്നത്. എല്ലാവരും അത് കഴിക്കുന്നുണ്ട്. പിന്നെ ജയിലിലുള്ളവർക്കും ഒക്കെ അത് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു റീഗൽ ജുവലേഴ്സിന്റെ ഈ ആഴ്ചത്തെ ബെസ്റ്റ് പെർഫോമൻസ് ആയ തെരഞ്ഞെടുത്ത ഒണിയൽ ഗിസേൽ ആദിലക്കാണ് ഗോൾഡ് കോയിൻ കിട്ടിയത്. അവരവരുടെ അറിയില്ല, അങ്ങനെ അവര് കൊണ്ടുപോയി ഇടുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മുടെ ആദിലയും അനുവും നൂറയും കൂടി ഒന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ആദില പറയുന്നത് എന്താന്ന് വെച്ചാൽ, ലക്ഷ്മിയുടെ ആ ഒരു സംഭവം നടന്നല്ലോ ഇവർക്കെതിരായിട്ടുള്ളത്. അപ്പൊ നടന്നപ്പോ ഇവരെല്ലാം കരുതി ലക്ഷ്മിയെ എല്ലാരും എന്ന് കരുതിയിട്ട്, പക്ഷെ അത് നടന്നില്ല. അതേപോലെയാണ് ഷാനവാസ് പറഞ്ഞതില് കാര്യം ഉണ്ടെന്നുള്ളതില്ലല്ലോ, അപ്പൊ ഞങ്ങള് ഷാനവാസിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അനു പറഞ്ഞ് അത് അന്ന് പ്രശ്നമായപ്പോ ഞങ്ങളൊക്കെ വിചാരിച്ചു ലക്ഷ്മിക്കിനെ ഭയങ്കര ഇതായിരിക്കും എന്ന് പറഞ്ഞ്. അപ്പൊ നൂറ് പറയുന്ന എല്ലാവർക്കും ഇപ്പൊ ഷാനവാസിനെ ഒറ്റപ്പെടുത്തണം, അപ്പം അക്ബറാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നുണ്ട്. ഇതില് ഞങ്ങൾക്ക് മാറ്റമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഈ ആദില പോയിരുന്ന അക്ബറിന്റെ അടുത്ത് ഷാനവാസിനെ പറ്റി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടിരുന്നു പിണങ്ങിയിരുന്ന സമയത്ത്. ഇപ്പൊ വീണ്ടും അടുത്തപ്പം ഇത് അക്ബറിനെ കുറ്റം പറയുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം അതൊരു ഭയങ്കര ഡബിൾ സ്റ്റാൻഡ് ആയിട്ടാണ് ഇവർ കളിക്കുന്നത്. മാത്രമല്ല, ഈ ആദിലയുടെയും നൂറയുടെയും ഒരു പ്രശ്നത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇവര് കളിച്ച ഗെയിം മറ്റുള്ളവർ ഇവർക്കെതിരെ കളിച്ച അത് പേഴ്സണൽ അല്ല, ഒരു മനസാക്ഷി ഇല്ല, ഇട്ട് ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ്. അത് ഇന്നലെ ആദിലയും നൂറയും കൂടി അക്ബറിന്റെ കാര്യത്തിലും പറയുന്നുണ്ട്. അവര് നന്നാവുന്നത് അക്ബറിന് ഇഷ്ടമല്ല, ഇട്ട് ഉപദ്രവിക്കുകയാണ്. ആ ഒരു ഫാക്ടറി ടാസ്കിന്റെ ഇതിലാണ് പറയുന്നത്. അപ്പം അത് വളരെ മോശമായിട്ട് തോന്നി. കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ നൂറ നമ്മുടെ അഭിലാഷിന് ഒരു പവർ കൊടുത്തില്ലല്ലോ. അപ്പൊ അഭിലാഷിനോട് അത് കാണിച്ചതും മോശത്തരമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അഭിലാഷിനും പറയാലോ പേഴ്സണലായിട്ട് എന്നോട് വൈരാഗ്യം തീർത്തിയായിരുന്നു. അപ്പൊ നൂറയ്ക്ക് കിട്ടുന്ന പവറും കാര്യങ്ങളും ഒക്കെ വേണം, ഗെയിം കളിക്കണം, എന്നാൽ മറ്റുള്ളവര് ഇവർക്കെതിരെ കളിക്കാൻ പറ്റില്ല. അത് ആദിലേയും പറഞ്ഞു കൊടുക്കുന്നില്ല കേട്ടോ. അതെ, ആക്ച്വലി ഏറ്റവും നല്ലോണം ഗെയിം കളിക്കാൻ പറ്റുന്ന ആദിലേക്ക് നൂറയ്ക്ക്. കാര്യം ഇവർ ആരെങ്കിലും ഒരാൾ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ മെന്റൽ സപ്പോർട്ടിന് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവരുടെ ഗതി അങ്ങനെയല്ല. അപ്പൊ എന്നിട്ട് ഇവർ ഇങ്ങനെയൊക്കെ ഗെയിം കളിക്കുന്നത്, ഗെയിമിലോട്ട് ഇറങ്ങി കളിക്കുക, അല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള ഗെയിം കളിച്ചിട്ട് ഒരു കാര്യമില്ല. അതെ, അപ്പോ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നടന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ വരുന്നുണ്ട്. എന്നിട്ട് അനീഷിനോടും അക്ബറിനോടും ചോദിക്കുന്നുണ്ട്, ക്യാപ്റ്റൻ ആവാൻ പറ്റിയില്ലല്ലോ, എന്ത് പറ്റി, കോയിൻ കൂടുതൽ നേടാൻ പറ്റില്ലെന്ന് ചോദിച്ചപ്പോൾ അക്ബർ പറയുന്നുണ്ട്, വലിയ പണിയാണ് കിട്ടിയത്, ഇവര് കോയിൻ തരുന്നുണ്ടായിരുന്നില്ല, പക്ഷഭേദമായിരിക്കും എന്ന് അക്ബർ പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, മനഃപൂർവ്വം ലക്ഷ്മി തരാതിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അനീഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ
എന്തോ പാർഷ്വാലിറ്റി കാണിച്ചതാണെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പോ കഠിന പരിശ്രമം ചെയ്തിട്ടും തിരിച്ചു കിട്ടാത്തതല്ലേ, അപ്പൊ ചുമ്മാ അതൊന്നും തരാൻ പറ്റില്ല, ഒരു ടാസ്കിലൂടെ നിങ്ങൾക്ക് ഇത് തരാം. ഈ 2 പവർ അക്ബറിനും അനീഷിനും തിരിച്ചു കൊടുക്കാന്ന് ലാലേട്ടൻ പറയുന്നു. അതായത് 2 പവർ ഏതൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ അനീഷിന് നോമിനേഷൻ പവർ ഇല്ല, അതേപോലെ തന്നെ അക്ബറിന് ക്യാപ്റ്റൻസി പവറും ഇല്ല. അങ്ങനെ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടാസ്കിന്റെ പേരെന്ന് പറഞ്ഞാൽ ഓർമ്മ ശബ്ദങ്ങൾ എന്നാണ് ടാസ്കിന്റെ പേര് വരുന്നത്. അതായത് അവിടെ വർക്കിംഗ് ഏരിയ ഉണ്ട്. വർക്കിംഗ് ഏരിയയിൽ പോയിട്ട് അവിടെ ഒരു മോണിറ്റർ ഉണ്ട്. മോണിറ്ററിനകത്ത് കുറെ ശബ്ദങ്ങൾ കാണിക്കും, ഒരു ചിത്രങ്ങളും ശബ്ദങ്ങളും കാണിക്കും, അതിന്റെ ശബ്ദങ്ങളും കാണിക്കും. ആദ്യമേ അത് കാണിച്ചതിന് ശേഷം 2 പോഡിയം ഉണ്ട്. 2 പോഡിയത്തിൽ അതിന് ആ സ്റ്റിക്കറുകളും ഉണ്ട്. അപ്പം ഇവര് പിന്നീട് ആദ്യം ഈ ശബ്ദം കേൾപ്പിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിന് ശേഷം ഒന്നും കൂടി ഒരു ഓർഡറിൽ ശബ്ദങ്ങൾ കേൾപ്പിക്കും. അതിനനുസരിച്ച് ഇവർ ഈ ചിത്രങ്ങൾ അനീഷും അക്ബറും അടുക്കി ഓർഡറിൽ വെക്കണം. ഇതാണ് ടാസ്ക്. അങ്ങനെ ശബ്ദങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്ത് പറ്റിയെന്നറിയാവോ? ആദ്യം നമ്മുടെ ആ ഒരു സ്ക്രീനില് ആ ഒരു സൗണ്ടിന്റെ കൂടെ തന്നെ ഓരോന്നിന്റെ ഫോട്ടോസ് കാണിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അനീഷും അക്ബറില് അനീഷ് ഇത് ഭയങ്കരമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇത് നല്ല രീതിയിൽ ആള് പഠിച്ചു വെച്ചു. പക്ഷേ ഇതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ ബിഗ് ബോസ് പറഞ്ഞു, ഇതിപ്പോ നിങ്ങൾക്ക് ഒരു ട്രയൽ പോലെ ഏതൊക്കെ സൗണ്ടിന് ഏതൊക്കെ പിക്ചേഴ്സ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചാൽ ഇതല്ല, ഇനി ഓരോ സൗണ്ട് കേൾപ്പിക്കും. ആ സൗണ്ട് ഇവര് മൈൻഡിൽ വെച്ചിട്ട് വേണം ഈ പിക്ചേഴ്സ് എടുത്തിട്ട് പിന്നെ ഈ സൗണ്ട് തീരുമ്പോൾ ഓർഡേഴ്സിൽ അടുക്കണം. അവിടെ അനീഷിന് പോയി അല്ല, ഇതില് വേറൊരു കാര്യമുണ്ട്. ഇത് നമ്മുടെ ഒരു മൈൻഡ് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഇതിപ്പോ ഇങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് ഒരു കാര്യം കേൾക്കുന്നതിലും കൂടുതലും നമ്മുടെ കാണുമ്പം ആ ഒരു പിക്ചർ കാണുന്നതായിരിക്കും നമ്മുടെ മനസ്സിൽ കൂടുതലും ഓർമ്മയിൽ ഇരിക്കുക. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത് സൗണ്ട് മാത്രം കേൾപ്പിച്ചാലും നമുക്ക് ആദ്യം ആ പിക്ചറോട് കൂടി കാണുന്ന കാര്യങ്ങൾ, അത് നമ്മൾ കണ്ട കാര്യങ്ങളായിരിക്കും ഓർമ്മയിൽ ഇരിക്കുന്നത്. അപ്പൊ ഇത് ബിഗ് ബോസ് ചെയ്ത ഒരു ട്രിക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് ഈ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ കൊണ്ടുവെക്കണം എന്നുള്ള രീതിയിൽ ഒന്ന് അനങ്ങി. അതെ, അതും കൂടി ആയപ്പോഴത്തേക്ക് അനീഷ് ടെൻഷനായി പോയി. അപ്പം ഇതില് കാണിച്ചു തരുന്ന എന്താന്ന് ചോദിച്ചാൽ ലാലേട്ടൻ്റെ ഒരു സൗണ്ട്, പിന്നെ അതേപോലെ തന്നെ കോഫി കാണിച്ചു, ആംബുലൻസിന്റെ സൗണ്ട് കാണിച്ചു, പശുവിനെ കാണിച്ചു, അനീഷിന്റെ എന്തോ ഒരു സൗണ്ട് കേൾപ്പിച്ച്, ബെല്ലിന്റെ സൗണ്ട് കേൾപ്പിച്ച്, കാക്ക കരയുന്ന കേൾപ്പിച്ച്, പിന്നെ ആട് കരയുന്ന കേൾപ്പിച്ച്, അക്ബറിന്റെ ഒരു സൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കോഴി, കുക്കറിന്റെ വിസില്, ടെലിഫോൺ റിങ്ങിങ്, പിന്നെ എയറോപ്ലെയിനിന്റെ സൗണ്ടും, പിന്നെ ഒരു കൊച്ചു കരയുന്നതും, പിന്നെ കുതിരയുടെ സൗണ്ടുമാണ് കേട്ടോ ഇട്ടത്. ഇത്രയാണ് ആദ്യം ഇട്ടത്. ഇത് കഴിഞ്ഞിട്ട് വേറെ രീതിയിൽ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഇത് ഒരു ശബ്ദങ്ങൾ ഒരു ഓർഡറിൽ ബിഗ് ബോസ് കേൾപ്പിച്ചു. അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യാനാണ് ഇവരുടെ അടുത്ത്, അനീഷിന്റെ അടുത്ത് അക്ബറിന്റെ അടുത്തും പറഞ്ഞത്. അങ്ങനെ രണ്ടുപേരും കൂടെ അറേഞ്ച് ചെയ്തു. രണ്ടുപേരും അറേഞ്ച് ചെയ്തതില് പകുതി മുക്കാലും തെറ്റായിരുന്നു വന്നത്. അപ്പം ജിഷൻ ചോദിക്കുന്നത്, ജിഷൻ ആണല്ലോ ക്യാപ്റ്റൻ, ഇത് എന്താണ് പകുതിയും തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മുടെ ബിഗ് ബോസ് പറയുന്നുണ്ട് അതില് അത്യാവശ്യം ശരിയുള്ളത് കൂടുതൽ നോക്കാൻ പറയുന്നുണ്ട്. അക്ബറിന് അങ്ങനെ ഒരു 4 എണ്ണം ശരിയായിട്ടുണ്ട്, അനീഷിന് 2 എണ്ണമാണ് കേട്ടോ ശരിയായത്. അങ്ങനെ അക്ബറിന്റെ ആ ഒരു ക്യാപ്റ്റൻസി പവർ തിരിച്ചു കിട്ടിയിരിക്കുന്നു. അപ്പോ ഇത് അനീഷിനോട് എന്ത് പറ്റിയെന്ന് നോക്കുമ്പോൾ അനീഷ് ഞാൻ പറഞ്ഞ സെയിം കാര്യം പറയുന്നുണ്ട് കേട്ടോ. ആദ്യം ആ പിക്ചർ കണ്ടത് ആള് ഭയങ്കരമായിട്ട് അതങ്ങ് മനസ്സിലേക്ക് എടുത്തു വെച്ചു. അവര് വിചാരിക്കുന്നില്ല രണ്ടാമത് ഈ സൗണ്ട് മാത്രം കേൾപ്പിക്കും എന്നുള്ളത് ഇവര് വിചാരിക്കുന്നില്ല. അത് അനീഷിന് ഒരു അടിയായിരുന്നു. ടാസ്കിന്റെ സ്റ്റാർട്ടിങ് ആളൊന്ന് അനങ്ങി കൊണ്ട് വെക്കാൻ പോയത്, അതും കൂടി ആയപ്പോഴത്തേക്കും മൈൻഡ് അങ്ങ് ഔട്ടായി. അപ്പോ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, ഇത് empty bot എഫക്റ്റ് ആണ്. അതായത് 10% ശരിക്കുള്ള ദേഷ്യവും ബാക്കി അല്ലാതെ ഉള്ളതാണ്. അതായത് ഇവരെന്താ ചെയ്യണേന്ന് ചോദിച്ചാൽ ഇവർക്കുള്ള ദേഷ്യത്തെക്കാളും കൂടുതലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ എടുത്ത് തലയിൽ വെച്ചിട്ട് അതിലൊരു വഴക്കും കാര്യങ്ങൾ ഉണ്ടാക്കാനാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് ശ്രദ്ധിച്ച് കളിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കുക്കറിൽ നിന്ന് പൊട്ടുന്ന പോലെ ഒരു പ്രഷർ കുക്കറായിട്ടാണ് എല്ലാവരുടെയും മനസ്സിരിക്കുന്നത്. ഹാഫ് ആയി നമ്മുടെ ഈ ഒരു എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും നല്ല പ്രഷർ കുക്കർ ആവാതെ കുറച്ചൊക്കെ നല്ല രീതിയിലും ടേൺ ചെയ്ത് കാര്യങ്ങൾ എടുക്കൂ. പിന്നെ നമ്മുടെ ലാലേട്ടൻ ചില ചോദ്യങ്ങൾ ചിലരോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദിലയോടാണ് മലയാളത്തിൽ ആദ്യത്തെ സിനിമ ഏതാണെന്ന് നമ്മുടെ ആദിലയോടാണ് ചോദിക്കുന്നത്. അപ്പൊ അനുവിനെ വിളിക്കുമ്പോൾ അനു പറയുന്നത് ബാലൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഷാനവാസും ബാലൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് ചോദിച്ചത് നിങ്ങൾ, അതായത് ഇതില് അനു വിഗതകുമാരൻ എന്ന് പെട്ടെന്ന് എടുത്തങ്ങ് പറഞ്ഞു ചോദിക്കാതെ. അപ്പോഴത്തേക്ക് ലാലേട്ടൻ നല്ല കൂട്ടു കൊടുക്കുന്നത്, നിങ്ങൾ ചോദിച്ചു എന്നാ നിങ്ങൾ വന്ന് ഇവിടെ നിൽക്കും, ചോദിക്കുമ്പോഴല്ലേ ഉത്തരം പറയണ്ട. അതായത് വീട്ടുകാർക്ക് എല്ലാവരും ഹിന്റ് കൊടുക്കുകയാണ് കേട്ടോ.
അതെ അതെ. അങ്ങനെ. പിന്നെ ചില ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് വീട്ടുകാർക്കെല്ലാം ഹിന്റ് കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കും. അപ്പൊ അത് മനസ്സിലാക്കി എടുക്കുക അവര്. അതെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് മലയാളത്തിൽ ബിഗ് ബോസിന്റെ ടൈറ്റിൽ സോങ് എഴുതിയത് ആരാണ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പല ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീളം കൂടിയ നദി, കേരളത്തിൽ എത്ര നദികളുണ്ട്, അങ്ങനെ ഇതില് ഈ PSC വരുന്ന കൂടുതൽ ക്വസ്റ്റ്യൻസ്. ഇത് വേറൊന്നും അല്ല, നമ്മുടെ അനീഷിനും കൂടെ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അനീഷ ഈ PSC ഒക്കെ ശരിക്കും പ്രിപ്പയർ ചെയ്തെന്ന് ഇവർക്ക് അറിയാം. PSC ചോദ്യങ്ങൾ കുറെ ഉൾപ്പെടുത്തിയും കുറെ കുസൃതി ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പൊ അനീഷ എന്തായാലും ജയിക്കത്തുള്ളൂ, അത് കറക്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ മലയാളത്തിൽ ലാ പോയ കുഴപ്പം ആകുന്ന അപ്പം ഏതാന്ന് ചോദിക്കുന്നുണ്ട്. കേരളത്തിൽ നീളം കൂടിയ നദി ഏതാന്ന്, അതൊക്കെ അനീഷന് ഉത്തരം പറഞ്ഞു കേട്ടോ. അത് PSC റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ അനീഷ് പറയും. പിന്നെ ഈ കുസൃതി ക്വസ്റ്റ്യങ്ങളൊക്കെ ബാക്കിയുള്ളവരും പറയും. അതായത് മരിക്കാതിരിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ജനിക്കാതിരുന്നാൽ മതി എന്ന് റേണ പറയുന്നുണ്ട്. ആർമീനെ ഒഴിവാക്കിയ ആദ്യത്തെ രാജ്യം ഏതാന്ന് ചോദിക്കുന്നുണ്ട്. കോസ്റ്ററിക്കയാന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് സ്വന്തമാണെങ്കിലും മറ്റുള്ളവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു കാര്യം എന്താന്ന് ചോദിക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട്, നമ്മുടെ നെയിം എന്ന് പറയുന്നുണ്ട്. അപ്പം നെവിൻ ഇങ്ങനെ ആലോചിച്ചിട്ട്, ഇത് പറയുന്നതിന് മുമ്പ് നെവിൻ ഇങ്ങനെ ആലോചിച്ചിട്ട് അപ്പുറം ഇപ്പുറം ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ലാലേട്ടൻ, എന്നിട്ട് നെവിൻ കറക്റ്റ് ഉത്തരം പറഞ്ഞു. അപ്പൊ ലാലേട്ടൻ പറയുന്നുണ്ട്, എപ്പോഴും നമ്മൾ നമ്മുടെ കാര്യം മാത്രം ആലോചിച്ച് ജീവിക്കുക, മറ്റുള്ളവർ പറയുന്നൊന്നും കേൾക്കാൻ നിൽക്കേണ്ടെന്ന് നെവിൻ ഒരു ഹിന്റ് കൊടുത്തു കേട്ടോ. അത് അടുത്ത് ചോദിക്കുന്ന കേരളത്തിൽ ഏറ്റവും നല്ല ശുദ്ധജല തടാകം ഏതാന്ന് ചോദിക്കുമ്പോഴും അഭിലാഷ് പറയുന്നുണ്ട് കേട്ടോ. അത് കൊല്ലംകാരനാണല്ലോ. ഇത് കിങ് ഓഫ് ക്ലേ എന്ന് അറിയപ്പെടുന്ന ടെന്നീസുകാരൻ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അതെ, അതൊക്കെ അനീഷ കേട്ടോ. കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാന്ന് നോക്കുമ്പോൾ പറയുന്നുണ്ട്, അഭിലാഷാണ് പറഞ്ഞത്, വയനാടും ഇടുക്കിയാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഏറ്റവും കൂടുതൽ ക്യൂ നിൽക്കുന്ന ഏതാന്ന് നോക്കുമ്പോൾ ക്യൂ എന്ന് പറയുന്നുണ്ട്. അത് ഗിസയിലാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടോ. ഇച്ചിരി ഫണ്ണായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. ചിലവര് പൊട്ടത്തരങ്ങൾ പറയുമ്പോഴും അതല്ല ആര്യന്റെ ഒക്കെ കുറെ ആക്ഷനും കാണിപ്പൊക്കെ രസം ഉണ്ടായിരുന്നു കാണാൻ. അങ്ങനെ ഏറ്റവും കൂടുതൽ ആൻസർ പറഞ്ഞ അനീഷ് ആയതുകൊണ്ട് അനീഷിന് ഈ ഒരു പവർ തിരിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് ഹോട്ടൽ ടാസ്കിനെ കുറിച്ചിട്ട് എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട്. ആദ്യം ലക്ഷ്മിയോടാണ് ചോദിച്ചത്. ഫസ്റ്റ് ഡേ കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് ഡേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആർന്നെന്ന് പറയുന്നത്. ഓർണന്റെ മകൾ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദിലെടുത്ത് ചോദിക്കുമ്പം ആദില പറയുന്നത് സെക്കൻഡ് ഡേ കുറച്ച് പ്രശ്നമായിരുന്നെന്ന് പറയുന്നത്. നന്നായിട്ടാണോ എല്ലാവരും നിന്നതെന്ന് ചോദിക്കുമ്പം നിങ്ങൾ എന്തിനാ ഉപ്പിട്ടെ എന്നുള്ള കാര്യം ലാലേട്ടൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അഹങ്കാരിയായ മകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പിട്ടെ. അപ്പം ലാലേട്ടൻ പറയുന്നത്, ഇത് നിങ്ങളുടെ ഹോട്ടല്, നിങ്ങളുടെ ഗസ്റ്റ്, അവർക്ക് വേണ്ടി കുക്ക് ചെയ്യുന്ന ആഹാരം, അപ്പൊ നിങ്ങൾ ഉപ്പിട്ടത് മോശമാക്കി കഴിഞ്ഞാൽ ഗസ്റ്റിന് അത് മോശമാക്കി കൊടുക്കുന്ന രീതിയല്ലേ വരുന്നത്. മാത്രമല്ല ഉണ്ണിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ കുക്ക് ചെയ്ത് കൊടുക്കണമായിരുന്നു, കാരണം ഇത് നിങ്ങളുടെ തലയിൽ വരില്ല, നിങ്ങളുടെ ഓണറാണ് അത് ഉപ്പിട്ടത്, അത് ഗസ്റ്റിന് കൊടുത്ത് അത് പ്രശ്നമായ ഗസ്റ്റിന്റെ ഓണറിന്റെ തലയിലേ അത് വരുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ഓരോരുത്തർക്ക് കൊടുത്ത ക്യാരക്ടർ വിട്ടതിനെ പറ്റി എടുത്ത് ഇൻഡിക്കേറ്റ് ചെയ്താണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അത് ക്യാരക്ടർ ചെയ്യുന്നോണ്ട് ഇവർക്ക് രസകരമായിട്ട് ചെയ്യാറുണ്ട് ഈ ടാസ്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതെ, സാബുമാന്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു പവർ ഉണ്ടായിരുന്നല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു നോക്കുമ്പോൾ ആ പവർ ഉണ്ടായിരുന്ന പവർ എവിടെ പോയി നടത്തില്ല. അതായത് യഥാർത്ഥ ഈ പവർ ഈ കയ്യിൽ നിന്ന് ഇപ്പുറത്തെ കയ്യിലോട്ട് വരുവാണെങ്കിൽ അത് അപ്പൊ തന്നെ അവർക്ക് യൂസ് ചെയ്യായിരുന്നു. അതാ ഞാൻ അന്ന് റിവ്യൂല് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് സാബുമാൻ ലക്ഷ്മി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ ഓണർ ആവണമെന്നോ അല്ലെങ്കിൽ ഗസ്റ്റ് ആവണമെന്നോ എന്തോ പ്രാർത്ഥിച്ചിട്ട് സാബുമാൻ അത് ഗ്രാൻഡ്, ലക്ഷ്മി അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് സാബുമാൻ എന്തോ ഒന്ന് ഗ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ആയിരുന്നെങ്കിലേ കിടിലുമായിരുന്നു ടാസ്ക്. പക്ഷെ ആ ബുദ്ധി നമുക്ക് മാർഗം പോയില്ല കേട്ടോ, അപ്പൊ തന്നെ യൂസ് ചെയ്യാന്നുള്ളത്. ഇവർക്ക് ചോദിക്കെങ്കിലും ചെയ്യായിരുന്നു. ഞാൻ വിചാരിച്ചത് പിന്നെ അതിലേക്കില്ല മറ്റേ ഒരു പവർ കൊടുത്താണെങ്കിൽ പിന്നെപ്പോഴെങ്കിലും കൊടുക്കുന്നായിരുന്നു ഞാനും വിചാരിച്ചത് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ബിഗ് ബോസിനടുത്ത് ചോദിച്ചാലും മതിയായിരുന്നു. അത് വിചാരിക്കുന്നില്ലല്ലോ, പിന്നെപ്പോഴെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുക. അല്ല, അത് നമുക്കും ആർക്കും തോന്നിയില്ലല്ലോടാ, അതാർക്കും തോന്നത്തില്ല സത്യം പറഞ്ഞ. അത് അവരുടെ മാത്രം കുറ്റം. കാരണം ആദിലേക്ക് രണ്ടാമത്തെ ദിവസം ആണല്ലോ, ഈ രണ്ടാം ദിവസം തുടങ്ങിയപ്പോഴാണല്ലോ ആദ്യം ഒരു ഇത് കിട്ടിയത്, കല്ല് കിട്ടിയത്. അപ്പൊ ഇതേപോലെ ഇവർക്ക് എത്ര ദിവസം ടാസ്ക് ഉണ്ട് എന്താന്നുള്ള ക്ലിയർ ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇവർക്ക് മൂന്നാമത്തെ ദിവസം സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഇവർക്ക് ഇനിയും സ്റ്റാർ ഉണ്ടെന്നും പറഞ്ഞ് ഇവർ ഇരിക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് അറിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുവിന്റെ അടുത്ത് പാവയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനു പറഞ്ഞ് വന്നിട്ട് എടുത്ത് എറിഞ്ഞു നോക്കുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ കൊടുത്തത്, നിങ്ങൾ ഹോട്ടൽ സ്റ്റാഫ് അല്ലേ, അങ്ങനെ വന്നൊരു ഗസ്റ്റ് വന്നിട്ട് പാവ നോക്കുമ്പോൾ കൊടുക്കേണ്ട കാര്യമില്ല, അപ്പൊ നിങ്ങൾ അവിടെ ക്യാരക്ടർ വിട്ടു, എന്നിട്ട് ആളെ കടിക്കാനൊക്കെ പോകുന്നു, ഇതൊക്കെ നിങ്ങൾ ക്യാരക്ടർ വിട്ട ഒരു സംഭവമാണ്, ക്യാരക്ടറിൽ ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും അതെടുത്ത് ചെയ്യില്ലായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഷാനവാസ വഴക്കിട്ടതിനെ പറ്റിയും, അതായത് ഡ്രസ്സ് ഇടാതെ ജോലിക്ക് കയറത്തില്ല എന്നിങ്ങനെ പറഞ്ഞതും
ലാലേട്ടൻ ചോദ്യം ചെയ്യുന്നുണ്ട്. അതായത് ഡ്രസ്സ് നിങ്ങൾ അപ്പൊ ഇട്ടിട്ട് വന്ന് വർക്ക് ചെയ്യണമായിരുന്നു, ഇട്ടിട്ട് വന്ന് വർക്ക് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വഴക്കിടുകയല്ല വേണ്ടത്. 1 മിനിറ്റ് ഞാനിപ്പോ ഡ്രസ്സ് ഇട്ടിട്ട് വരാന്ന് പറഞ്ഞാൽ അത് അവിടെ തീർക്കാം, അല്ലാതെ ഇമാതിരി അല്ല അതിൽ സംസാരിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് രസകരമായി ഹ്യൂമറസ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളിൽ വഴക്ക് അല്ലാത്ത രീതിയിലാക്കാന്ന് പറയുന്നുണ്ട്. പിന്നെ അനീഷിനോട് പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ സ്റ്റാർ കിട്ടിയില്ലെങ്കിലൊക്കെ ഇങ്ങനെ വന്ന് സമരം ചെയ്ത് അല്ലെങ്കിൽ വാശി പിടിച്ച് വേറൊരു രീതിയിൽ അങ്ങനെ കാണിച്ച് വാശിയോട് കൂടിയിട്ടല്ല അത് വാങ്ങാൻ നോക്കണ്ടേ, വേറൊരു രീതിയിൽ അത് വാങ്ങിയെടുക്കാനാണ് നോക്കണ്ടേ, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പറയുന്നുണ്ട് കേട്ടോ. അതെ അതെ. പിന്നെ ആര്യനോട് പറയുന്നുണ്ട് നിങ്ങൾ ഓണന്റെ ഫ്രണ്ട് അല്ലേ, എന്നിട്ട് പോയി കക്കൂസ് കഴിവെന്ന് സാരി പിടിച്ച് നടക്കുന്നു, അതേപോലെ തന്നെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ബാത്റൂം ക്ലീൻ ചെയ്യുന്നു, അതേപോലെ തന്നെ വെസൽ വാഷ് ചെയ്യുന്നു. ഇതൊക്കെ എന്തിനാ, നിങ്ങൾ എന്തിനാ അതൊക്കെ ചെയ്യാൻ പോകുന്നത്? ഓണന്റെ മോളുടെ കാമുകനാണ്. അപ്പൊ അതില് പറയുന്നുണ്ട് അത് ഹോട്ടൽ അവതാളത്തിലാവാതിരിക്കാൻ വേണ്ടി ചെയ്യും. അല്ല, അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, നമ്മുടെ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഗസ്റ്റ് വന്നിട്ട് സാരി പിടിച്ചു കൊടുക്കാൻ പറയുമ്പോൾ പിടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, കാരണം അത് നിങ്ങളെ ഓണറിന്റെ ഫ്രണ്ടാണ്, അപ്പൊ ഓണറിന്റെ മകളുടെ ഫ്രണ്ടാണ്, അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ ഗസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. പിന്നെ അതേപോലെ തന്നെ പറയുന്നുണ്ട് ഈ അവിടെ അത് നമ്മളും പറഞ്ഞൊരു കാര്യമാണ്, ഗസ്റ്റ് വന്നിട്ട് ഇപ്പം ഓണറിന്റെ ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഇരിക്കെ വേറൊരാളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് കണ്ടോണ്ടിരിക്കുന്നു. ക്യാരക്ടർ അവിടെ എല്ലാം വിട്ടുപോയി എന്നുള്ളതും ലാലേട്ടൻ പറയുന്നുണ്ട്. ഹോട്ടൽ അവതാളത്തിലാവാതിരിക്കാനായിട്ട്. അപ്പൊ ലാലേട്ടൻ പറയുന്നത് അല്ലെങ്കിൽ ഭയങ്കര താളമായിരുന്നല്ലോ ഹോട്ടൽ ടാസ്ക്. അതെ, അവിടെ ഇട്ട് വെക്കുന്നുണ്ടായിരുന്നു ലാലേട്ടൻ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിലാഷും അക്ബറും ഒക്കെ നന്നായിട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്നിട്ട് അക്ബറിനോട് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് സ്റ്റാർ കൂടുതൽ വന്നില്ല, പാർഷ്വൽ ചാൻസ് എന്ന് പറഞ്ഞപ്പം ലാലേട്ടൻ പറയാം ഇപ്പൊ നിങ്ങളെല്ലാരും അവിടെ കിടന്നിട്ട് നല്ല മനുഷ്യനാണ്, സത്യസന്ധനാണ്, ഇങ്ങനെ എന്നൊക്കെ നിങ്ങൾ തന്നെ പറയാം. അത് നിങ്ങളല്ല പറയണ്ടേ, കാണുന്ന ഞങ്ങൾക്കാണ് അത് തോന്നേണ്ടത്. അപ്പൊ ആ രീതിയിലാണ് നിങ്ങൾ കളിക്കൂ എന്ന് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്. പിന്നെ ബിന്നിയോട് ചോദിക്കുന്നുണ്ട്, ഒണിയലിനോടും ജിഷിനോടും ഒക്കെ ഇതിനെ പറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ നെവിനോട് പറയുന്നുണ്ട് പഴയ കാര്യത്തിൽ തലയിൽ കൊണ്ട് നടക്കണ്ട, മുമ്പ് നടന്നത് എന്നൊന്നില്ല, ഇപ്പൊ ഒള്ളി പ്രസന്റ് കാര്യങ്ങളില്ലെന്ന് പറഞ്ഞിട്ട് നെവിന് അതൊരു ഹിഞ്ചാണ്, ആവശ്യം അതൊന്നും തലയിൽ കൊണ്ട് നടക്കണ്ട എന്നുള്ളൊരു ഇതിൽ ഇപ്പം പാസ്റ്റും ഇല്ല അങ്ങോട്ടുള്ളതും ഇല്ല, ഇപ്പൊ പ്രസന്റിൽ എന്ത് നടക്കുന്നോ ഈ ഒരു കാര്യം മാത്രമേ ഇവിടെ ഉള്ളൂ, അപ്പൊ പഴയ കാര്യങ്ങളൊന്നും തലയിൽ കൊണ്ട് നടക്കണ്ട, ടെൻഷൻ ആവണ്ട, ഗെയിം കളിക്കൂന്ന് പറഞ്ഞിട്ട് നെവിന് ഒരു ഹിഞ്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗിസേലിനോട് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ആർമി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഭാഗമാണ് ഈ ഒരു തോക്കെന്ന് പറയുന്നത്, അതുകൊണ്ട് കളഞ്ഞോ, പണിയെടുക്കാതിരുന്നിട്ടാണോ ചപ്പാത്തി വരുത്താൻ പോയെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷാനവാസിന്റെ അടുത്തും മനീഷിന്റെ അടുത്തും ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അത് നല്ലതായിരുന്നു, ഒന്നും കൂടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. നല്ല രീതിക്ക് ഗെയിം കളിച്ചെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ജിഷനോട് പറയുന്നുണ്ട് ഈ ടാസ്ക് വരുമ്പം എല്ലാവരും മെയിൻ ജിഷനും എല്ലാവരും പറയാം വളരെ പേഴ്സണൽ ആയിട്ടാണ് ഓരോന്ന് എടുക്കുന്നത്, അങ്ങനെയല്ല, നിങ്ങളിത് പേഴ്സണലി എടുക്കാതെ കുറച്ച് രസകരമാക്കി ഗെയിം കളിക്കാൻ തോന്നുന്നു. ഇപ്പൊ എല്ലാ ഗെയിമും വരുമ്പോൾ നിങ്ങളെപ്പോഴും ഈ വഴക്കും കാര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ കാണുന്നവർക്കും അതൊരു രസകരമായിട്ട് തോന്നൂല. അപ്പൊ നമുക്ക് അത് കാണുമ്പോൾ അതൊരു രസകരമാക്കി തോന്നണമെങ്കിൽ നിങ്ങൾ അത് രസകരമായി ചെയ്യൂ, ടാസ്കുകൾ തരുന്നത് രസകരമാക്കൂ. എല്ലാ ഹോട്ടൽ ടാസ്കിലും അല്ലേ വരുന്നവരെല്ലാം ഇച്ചിരി ഒന്ന് ചൊറിയാൻ നിൽക്കും. കഴിഞ്ഞോണം ഓർമ്മ നാദരൊക്കെ തിരിച്ച് നല്ല സ്മാർട്ടായിട്ട് തിരിച്ച് റിപ്ലൈ, അതൊക്കെ ട്രോളായിട്ട് ഭയങ്കര ഇതായിട്ടൊക്കെ അതും പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങള് ചലഞ്ച് ചെയ്യിപ്പിക്കാനാണല്ലോ അവര് വരുന്നത്, അപ്പൊ അതില് വീഡിയോ അല്ലല്ലോ വേണ്ടത്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും, അതിലെല്ലാം കയറി ദേഷ്യം കാണിച്ച് വഴക്കുണ്ടാക്കി അങ്ങനെ അല്ല നിൽക്കേണ്ടത്. അത് നമുക്ക് 2 രീതിയിൽ കൊണ്ടുപോകാം, നല്ല രീതിയിൽ അതിനെ എടുത്തിട്ട് കൊണ്ടുപോകാൻ നോക്കുന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയ ആർക്കാന്ന് നോക്കുന്നുണ്ട്, ജിഷനും നമ്മുടെ ഷാനവാസനുമാണ്. ഏറ്റവും കുറവ് സ്റ്റാർ കിട്ടിയത് ആർക്കാന്ന് നോക്കുന്നുണ്ട്, രണയ്ക്കും സാബുമാനും ആയിരുന്നു കേട്ടോ. അത് ആലോചിച്ചപ്പോഴേ ഓർമ്മ വന്നു, നമ്മുടെ ജയ്സാർ വന്നിട്ട് ഇവിടെ മൊത്തം വാഴകളാണ്, സാറിന് പഴമ അതേപോലെ സ്മാർട്ടായിട്ടൊക്കെ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസകരമായിരിക്കും. അതെ, അപ്പൊ എന്നിട്ട് സാബുമാനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, കാരണം നന്നായിട്ട് ആ മാസ്ക് ഒക്കെ ഇട്ട് ആള് കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. കുറെ റീൽസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് ഗെയിം മോശമായി തോന്നിയായിരുന്നോ ഈ BB ഹോട്ടലിൽ നോക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ലാലേട്ടൻ
പറയുന്നുണ്ട്, ഒന്നും കൂടെ പറയാണ്, കഴിഞ്ഞ ഒക്കെ നടന്നതൊക്കെ എടുത്ത് കളയുക, കഴിഞ്ഞ സംഭവങ്ങളെല്ലാം ചാരമായി പോകട്ടെ, ഇനി ഒന്നേന്നും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഗെയിം തുടങ്ങൂ. ഇനി കൂടുതലും കഷ്ടമായിരിക്കും, കാരണം കൂടുതലും ചലഞ്ചിങ് ആയിരിക്കും ഇനിയുള്ള ഒരു ടൈം. അപ്പൊ നിങ്ങൾ ടാസ്കുകളും കാര്യങ്ങളും നോക്കും. 2 ആഴ്ച കാണും, അത് കഴിഞ്ഞാൽ പിന്നെ ഫാമിലി റൗണ്ട്, പിന്നെ അങ്ങോട്ട് പിന്നെ ഓണ വീട് അതെ. എന്നിട്ട് ലാലേട്ടന് കൊടുത്ത ലെറ്റർ ഷാനവാസും ഒന്ന് വായിക്കുന്നുണ്ട്, രേണയും ഒന്ന് വായിക്കുന്നുണ്ട്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ, അല്ലേ? ആ ഒരു ലെറ്റർ ഒക്കെ നല്ല രസമായിരുന്നു. പിന്നെ ഓരോരുത്തരുടെ മനസ്സിൽ ലാലേട്ടന്റെയും മമ്മൂക്കയുടെ ഒക്കെ ആണെങ്കിൽ കൊച്ചിലെ തൊട്ട് തുടങ്ങി ആ ഒരു ഇതൊക്കെ അതിനകത്ത് ലെറ്ററിലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ജിഷിന്റെ അടുത്ത് ഫുഡിന്റെ വിഷയം ചോദിക്കുന്നു, കാരണം അവിടെ 2 വെജിറ്റേറിയൻകാരാണ് ഉള്ളത്, ഒന്ന് ജിഷനും ഒന്ന് ഗിസയിലും ആണ്. അപ്പൊ നിങ്ങൾ അവിടെ ഓൾറെഡി വഴക്കായിരുന്നല്ലോ, അതിനൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒണീലാണ് അടുത്ത ക്യാപ്റ്റൻ. ഒണീൽ പറയുന്നുണ്ട്, വെജിറ്റേറിയൻകാർക്ക് അവിടെയുള്ള ഫുഡ് ഞങ്ങൾ ആദ്യം ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് നോൺ വെജ് തുടങ്ങത്തോളം എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലെ ഒണീൽ അങ്ങനെയല്ല തീരുമാനിച്ചത്, ഇവർക്ക് നോൺ വെജ് ഉള്ള ദിവസങ്ങളിൽ മാത്രം ജിഷനും ഗിസലിനും അവരുടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. ജിഷൻ ചാടിയായിട്ട് അത് പറയുന്നുണ്ട്, ഇന്നലെ ഇതല്ലായിരുന്നു പറഞ്ഞത്, പ്ലാൻ ചെയ്ത് ഇപ്പൊ മാറ്റി പറഞ്ഞതാണ്, അപ്പൊ ഇന്നലെ ഇതണൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അല്ലാത്ത ദിവസങ്ങളിൽ നോർമൽ ഫുഡ് എന്താണോ അത് തന്നെ അവരും കഴിക്കണമെന്ന് തന്നെ. പക്ഷെ ജിഷന്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ ജിഷൻ തന്നെ എല്ലാം ചെയ്യണം എന്നുള്ളൊരു രീതിയാണ്. അപ്പൊ അത് നടക്കില്ല, അതായത് അത് നടത്തി കൊടുക്കേണ്ട കാര്യമില്ല, ഇത് ബിഗ് ബോസ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഇവര് ഓവറായിട്ട് ഈ ഓയിലും ഇതൊക്കെ എടുക്കുന്നതിന്റെ പേരിലാണ് ഇവർ അങ്ങനെയൊക്കെ ഇല്ലേ ഒന്ന് ബാൻ ചെയ്ത് തടയുന്നത്. ഇവര് കറക്റ്റായിട്ട് എടുത്തിരുന്നെങ്കിൽ ഇവര് പ്രശ്നം ഉണ്ടാക്കത്തില്ല. അതെ. ഇനി അടുത്ത നമ്മുടെ സ്പൈക്കുട്ടൻ എറണാകുളത്ത് പോയേക്കാണ് ഒരു ഇനാഗ്രേഷന് വേണ്ടി, അതുകൊണ്ട് ഭയങ്കര തിരക്കായിട്ട് ഇന്ന് സ്പൈക്കുട്ടന് വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വേറൊരു അതിഥി ഉണ്ടെന്ന് പറയുന്നു, എല്ലാവരും പോയി നിന്ന് നോക്കുന്നു. അപ്പൊ നമ്മുടെ തീ മിന്നൽ തുടങ്ങി ആ ഒരു പാട്ടുണ്ടല്ലോ, അതൊക്കെ ഇട്ട് പ്ലാച്ചി പോയെടുത്തൊന്ന് പറഞ്ഞ് തിരിച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു കൊടയൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് പ്ലാച്ചിയുടെ മേളില്. അപ്പൊ അങ്ങനെ അനു കരഞ്ഞ് പിടിച്ച് ഓടിപ്പോയി പ്ലാച്ചിനെ എടുത്ത് വെക്കുന്നു, എന്തൊക്കെയോ ചോദിക്കുന്നു, എല്ലാ ഹൗസ് മേറ്റ്സും നെഞ്ചത്ത് കൈവെക്കുന്നു. പക്ഷെ ഹൗസ് മേറ്റ്സിന് ആർക്കും അറിയത്തില്ല കേട്ടോ ഇത് അനുവിന് നെഗറ്റീവ് ആണ് പോകുന്നത്. അറിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പ്ലാച്ചിന്റെ കളയല്ലേ, നിന്റെ പൊന്നുമോളെ പ്ലാച്ചി നീ കൊണ്ടു കിടന്നോ എന്ന് പറഞ്ഞ് നിൽക്കൂട്ടോ. ഇനിയിപ്പം ആരെങ്കിലും 50ാമത്തെ എപ്പിസോഡിൽ പോയവരാരെങ്കിലും റീ എൻട്രി ഉണ്ടെങ്കിൽ, ഇപ്പൊ പോയവരൊക്കെ അനുവിനെ അഗെയിൻസ്റ്റ് ഒക്കെ നിന്നവരൊക്കെ ആണല്ലോ കുറച്ചു പേര് പോയത്, അവരൊക്കെ ഈ പ്ലാച്ചി എന്താ മോള് നീ പ്ലാച്ചിന് വെച്ചു, പ്ലാച്ചിക്ക് എന്താ വേണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ മതി, തരാതൊക്കെ പറഞ്ഞ് വെക്കാറ് നിർത്തും കേട്ടോ. അങ്ങനെ ഷിയാസിന്റെ ആ ഒരു പ്ലാനിങ് ബിഗ് ബോസ് തന്നെ പൊളിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നോമിനേഷൻ ഉള്ളവരൊക്കെ എണീച്ച് നർത്തിക്കുന്നുണ്ട്. ഇതില് ബിന്നി, നൂറ, നെവിൻ സേവ്ഡ് ആയിട്ടോ. അപ്പൊ നെവിന്റെ അടുത്ത് ലാലേട്ടൻ പറയുന്നുണ്ട്, ഇത് ഒരുപാട് ചലഞ്ചസും കാര്യങ്ങളും ഉണ്ടാവും, ഗെയിം കളിച്ച് കാണിക്കാനാണ് ഉള്ളത്, ഇതൊരു ഗെയിമാണ്, അപ്പൊ ആ രീതിയിൽ എടുക്കുക, മനസ്സിൽ വിഷമങ്ങളും കാര്യങ്ങളും ഒന്നും എടുക്കണ്ട. ആരോപണങ്ങൾ ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് നെവിനെ ഇരുത്തിയിട്ട് പറയുന്നുണ്ട് കേട്ടോ, ആരോപണങ്ങൾ ഉപയോഗിച്ച് ഗെയിം കളിക്കാൻ നോക്കുന്ന കാർഡ് വലിച്ചു കീറി ഞാൻ കളഞ്ഞു, ഇനി ആരും അത് വെച്ച് കളിക്കണ്ട എന്ന് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോവുകയാണ് കേട്ടോ ചെയ്തത്. നാളെ കാണാം എന്നും പറഞ്ഞിട്ട് പോയി. അപ്പൊ നാളെ ഇനി 50ാമത്തെ എപ്പിസോഡാണ്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ബിന്നി നമ്മുടെ നെവിൻ ഭയങ്കര വിഷമത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ നെവിനോട് വന്ന് പറയുന്നുണ്ട്, ഒരു കാര്യം എടുത്ത് പറഞ്ഞത് ശ്രദ്ധിച്ചോ നമ്മുടെ ലാലേട്ടൻ, ആരോപണങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഉന്നയിച്ച ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന കാർഡ് കീറിക്കളഞ്ഞു എന്ന് നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു. ഇവിടെ ആരും ആരെയും റെപ്രസെന്റ് ചെയ്തല്ല വന്നത്, വ്യക്തിയായി കളിക്കാനാണ്, അതായത് ഓരോരുത്തരും ഓരോ വ്യക്തിയായിട്ട് കളിക്കാനാണ് വന്നത്. ഇനി ഒരു ആരോപണങ്ങൾ പറയാനുള്ള കാർഡ് വേണ്ട, ഇനി ആരെയും ഓരോ ആരോപണങ്ങളും പറയാനുള്ള കാർഡ് വേണ്ട, ദാറ്റ് മേക്ക് സെൻസ് എന്ന് നമ്മുടെ നിവിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതിൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഷാനവാസിന്റെ ഒരു പ്ലാനിങ് പോലെയാണ് ബിഗ് ബോസ് എടുത്തിരിക്കുന്നത് എന്ന ആ ഒരു കാര്യം. ഷാനവാസ് ഗെയിം പ്ലാൻ ചെയ്തായിരുന്നല്ലോ, ഇതെല്ലാം വീക്കെൻഡ് അങ്ങനെ സംസാരിക്കുന്ന എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റേറ്റ്മെന്റ് മാറ്റി മാറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബിഗ് ബോസിനാണെങ്കിലും ഇത് നടന്നോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ പിന്നെ അതിലൊരു സ്റ്റേറ്റ്മെന്റ് സംസാരിക്കാതെ നടക്കും. അല്ല, ഇതിൽ വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഷാനവാസിന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി ഷാനവാസ് മാറി. ഇതൊക്കെ മുന്നേ നടന്ന സംഭവങ്ങളാ. അപ്പൊ ഇനി അതിനെക്കുറിച്ച് ഇപ്പൊ ഉണ്ടായാലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമേ ഇല്ല. പിന്നെ ആദിലയ്ക്കും നൂറയ്ക്കും ഒരു പ്രശ്നം വന്നപ്പോ ഇതൊരു അവരെ സേവ് ചെയ്യാൻ എടുത്തിട്ട് നെവിനെ ഒരു വിക്ടിം ആക്കിയതാണ് ഇതില്. പ്രൂഫ് വേണം.
പ്രൂവ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇത് നടന്ന സമയത്ത് പറയണമായിരുന്നു. അതെ അതെ, ആ സമയത്ത് പറയുകയോ അല്ല ആ സമയത്ത് കംപ്ലൈന്റ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യണമായിരുന്നു. ഇത് അങ്ങനെയുള്ള രീതിയിലൊന്നും ചെയ്തതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഈ ഷാനവാസിന്റെ തന്നെ അവിടെ ഇവിടെയും തൊട്ടുള്ള അല്ലേ രണ്ടിടത്ത് നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഒരു സംസാരവും സ്റ്റേറ്റ്മെന്റും അതും തന്നെ ഒട്ടും യോജിക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ സീസണിലൊക്കെ കണ്ടസ്റ്റന്റ് എല്ലാവരും കൂടി കുറെ PR വർക്ക് ഏൽപ്പിച്ചിട്ട് ആ രീതിയിൽ കാണിച്ച അല്ലെങ്കിൽ ആ രീതിയിലുള്ള കണ്ടന്റ് ഉണ്ടാക്കിയ ഭയങ്കര വെളിയിൽ ഭയങ്കര ഓളം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുന്നവരാ. വഴക്കാണെങ്കിൽ ഇപ്പൊ ആരോപണങ്ങൾ ആണെങ്കിലും അത് തന്നെയാണ്. അപ്പം ഇത് ഇങ്ങനെയുള്ള പ്രശ്നം അതുകൊണ്ടാണ് ബിഗ് ബോസ് നിർത്തിയത്. കാര്യം ബിഗ് ബോസ് ഇവരുടെ ഗെയിമിനനുസരിച്ച് കളിക്കാനല്ല, ബിഗ് ബോസ് കൊടുക്കുന്ന ഗെയിമിനനുസരിച്ചാണ് ഇവര് കളിക്കേണ്ടത്. അല്ലാതെ ഇവരുടെ ഗെയിമിനനുസരിച്ച് ബിഗ് ബോസ് കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഇവര് കാശും കൊടുത്ത് ഇവരെ നിർത്തേണ്ട കാര്യമില്ല. ഇവര് PR ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ, പല പരിപാടികളും വെളിയിൽ കാണിക്കുന്നുണ്ടോ, അതിനനുസരിച്ച് ഇവര് ഗെയിം പ്ലാൻ ചെയ്ത് അകത്ത് വന്നിട്ട് കളിക്കാനല്ല. അകത്ത് നിന്നിട്ട് ടാസ്കിനനുസരിച്ച് അല്ലെങ്കിൽ ഇവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ഗെയിം കളിക്കാനാണ് വരേണ്ടത്. ഇത്തവണത്തെ കണ്ടസ്റ്റന്റ് അതാണ് മറ്റുള്ള സീസണിലെ കണ്ടസ്റ്റന്റുമായിട്ടുള്ള വ്യത്യാസം അതാണ്. അപ്പം അതിനാണ് ബിഗ് ബോസ് ഇപ്പം എതിർത്തതും തടയിട്ടതും. അപ്പൊ എന്തായാലും നാളെ ഇനി വലുതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. 15th ഡേ ആണ്. ഇന്ന് ലൈവിൽ അവർക്ക് ഒരു കഥാപ്രസംഗം പോലെ 2 ടീമായിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ആയിരിക്കും നാളെ ഒരു കലാപരിപാടിയിലും കേക്ക് കട്ടിങ്ങും ഇതൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. പിന്നെ നാളെ എവിക്ഷൻ കാണും. 1 ആണോ 2 ആണോ എന്നൊന്നും അറിയത്തില്ല. എവിക്ഷൻ എന്തായാലും കാണും. 50ാമത്തെ എപ്പിസോഡാണെങ്കിലും ഇത്രയും പേര് അവിടെ കൂട്ടം കൂടി ഇരിക്കുക. പിന്നെ ഇനിയിപ്പം 50ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞില്ല, ഇനിയിപ്പോ എനിക്ക് അതെ ചിലപ്പോ ഒന്നേ കാണുള്ളൂ കേട്ടോ, 50ാമത്തെ എപ്പിസോഡല്ലേ. പിന്നെ എന്തായാലും ഇനിയിപ്പം ഫാമിലി റൗണ്ട് ഒക്കെ വരാൻ പോവുകയാണ്. ഇപ്പം ബിന്നി ഉണ്ട്, അപ്പൊ ബിന്നിയുടെ ഫാമിലിയൊക്കെ വരും. ഒരാഴ്ചയൊക്കെ നിൽക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. അപ്പൊ അതെന്തായാലും നമുക്കൊരു വ്യത്യസ്തമായ കാര്യമായിരിക്കും. പിന്നെ എന്തായാലും അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നാളത്തെ എപ്പിസോഡിൽ നമുക്കിനി അടുത്ത റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. അതുവരെയ്ക്കും ബൈ.